നമുക്കറിയാം നമ്മുടെ മോഹൻ ബഗാൻ ആണെങ്കിലും മുംബൈ സിറ്റി ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ടീമിലുണ്ടെന്ന് പറഞ്ഞാലും ISL അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രൂവൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ മുംബൈ സിറ്റിയിലാണെങ്കിൽ ചാങ്തെ, ബിപിൻ സിംഗ്, രാഹുൽ ബേക്കെ, പിന്നെ നമ്മുടെ വിക്രം പ്രതാപ് സിംഗ് ആണെങ്കിൽ ഇന്ത്യൻ ആരോസിൽ തിളങ്ങിയിട്ടാണ് മുംബൈ സിറ്റി വന്നത്. അവരാണ് നമ്മുടെ ടൈറ്റിൽ വിന്നിങ്ങിന് മുംബൈയിൽ ഏറ്റവും കൂടുതലൊരു മേജറിലൊരു പാർട്ട് വഹിച്ചിട്ടുണ്ടായിരുന്നത്. മോഹൻ ബഗാനാണ് നമുക്കറിയാം, അനിരുദ്ധ താപ്പ, സഹൽ, ഇഷ്ടം പോലെ ISL പ്രൂവൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രൂവൺ പ്ലേയേഴ്സിനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട് നോക്കുകയാണെങ്കിലും നമുക്കുണ്ട്. ഇപ്പം ഡാനിഷ് ഫാറൂഖ് ആട്ടെ, പ്രീതം കോട്ടാലാട്ടെ, വിദ്യാസാഗർ സിംഗ്, ഇവരെല്ലാവരും തന്നെ എക്സെട്ര നമ്മൾ സൈൻ ചെയ്തു, ഹൈ എക്സ്പെക്റ്റേഷനോട് സൈൻ ചെയ്ത്. പക്ഷേ ആ ഒരു ലെവൽ താഴ്ന്നു പോയവരെ എന്ന് വെച്ചാൽ അവർ പ്രീവിയസ്ലി കളിച്ച ക്ലബിനേക്കാൾ ഒന്ന് ലെവൽ താഴ്ന്നു കളിച്ച പോലെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല, ഭയങ്കര എനിക്ക് ഡാനിഷ് ഫാറൂഖ് പേഴ്സണലി നമ്മുടെ ക്ലബ്ബിൽ വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എന്ന് വെച്ചാൽ കാശ്മീർ ലയൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഹൈപ്പും. പ്രീതം കോട്ടാലോ ഞാൻ പേഴ്സണലി സഹൽ ക്ലബ്ബ് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ ഒരു പ്ലെയർ പോയാൽ പ്ലെയർ ഡിപ്പെൻഡഡ് അല്ല, വേറെ സഹൽ ഉണ്ടാകും എന്നൊക്കെ. പക്ഷേ പ്രീതം കോട്ടാൽ എനിക്ക് ഹൈ എക്സ്പെക്ടേഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രീതം കോട്ടാൽ വന്നാൽ ഡിഫൻസ് പ്രീതം കോട്ടാൽ ഉണ്ടെങ്കിൽ ഇച്ചിരി ടഫാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടഫ്നെസ് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മോഹൻ ബഗാൻ കേരളത്തിന് കളി കണ്ടറിയാം. നമ്മുടെ ലെസ്കോവിച്ചിൻ്റെ സ്കോർപ്പിയോൺ സേവിനിടയ്ക്ക് തൊട്ടപ്പുറത്ത് 4ാമത്തെ ഗോള് നമ്മുടെ മോഹൻ ബഗാൻ അടിച്ചപ്പോൾ പ്രീതം കോട്ടയിൽ നടന്നു പോവുക. ഇഞ്ചുറി എന്ന് പറഞ്ഞാലും വേറെ ഒരു കളിയിലും 1-2 ആദ്യത്തെ 2 കളിയിൽ ഒഴിച്ച് പ്രീതം കോട്ടാലിലെ എഫക്റ്റീവ്സ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ പ്രീതം കോട്ടാൽ ഡിഫൻസിലുണ്ട് എന്ന് എതിർ ടീമിനൊന്നും ഫെൽറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതാണോ അതോ യങ്സ്റ്റേഴ്സിനെ ക്ലബ്ബിൽ കൊണ്ടുവരുന്നതാണോ? ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം, നമുക്ക് യങ്സ്റ്റേഴ്സുള്ള ഐവന് പിന്നെ നമ്മുടെ വിപിന്, ഇങ്ങനെ ഈ ഗ്രാസ് റൂട്ടിൽ നിന്ന് പൊങ്ങി വന്ന പ്ലേയേഴ്സ് നമുക്കുണ്ട്. ബട്ട് നമുക്കൊന്നും റിസൾട്ടായിട്ടത് മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇൻഡിവിജ്വലി അവർ പെർഫോം ചെയ്താലും ടീമിൻ്റെ റിസൾട്ട് അത് ഇൻഫ്ലുവൻസ് അധികം ചെയ്തിട്ടില്ല. സോ ഇന്ത്യൻ എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആണോ അതോ നമ്മൾ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നതാണോ കൂടുതൽ നല്ലത്? ഇപ്പോൾ വിനായക് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സഹലിൻ്റെ ഒരു ട്രാൻസ്ഫർ എടുത്ത് നോക്കുമ്പോൾ എനിക്കൊന്നും നമുക്കിപ്പോൾ ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. നല്ലൊരു പ്ലെയറിനെ തന്നെ ആയിരിക്കും. കാരണം ATK മോഹൻ ബഗാനിൽ നല്ലൊരു കളി കാഴ്ചവെച്ചൊരു പ്ലെയർ തന്നെയാണ് നമ്മൾ സ്വാപ്പ് ഡീൽ ചെയ്ത് കൊണ്ടുവന്നത്. കാരണം നമുക്ക് ഡിഫൻസിലൊരു പ്ലെയറിനെ നല്ലൊരു കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സെൻറ്റർ ബാക്ക് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് സഹലിനെ എന്തായാലും സഹലിനെ കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നമുക്ക് അതിൻ്റെ പിറകുള്ള വിഷയങ്ങൾ തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. ഞാൻ പ്രീതം കോട്ടാലിൻ്റെ ഒരു കാര്യം കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് ഫ്ലോപ്പായി. അപ്പോൾ മുൻകാല സീസണുകളിൽ നമ്മളെ മറ്റുള്ള ക്ലബ്ബുകളിൽ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിന് നമ്മൾ നല്ല രീതിയിൽ പൈസ കൊടുത്ത് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ടീമിൽ കൊണ്ടുവന്നാലും ഈ സീസൺ വരെ, ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയറിനെ നമ്മൾ കൊണ്ടുവന്നാലും ബ്ലാസ്റ്റേഴ്സിൽ ഒരു വേസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതുവരെ ഒരു ക്ലിക്കായിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ ഒരു പ്രൊഫൈല് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ഇല്ലാമെന്ന് വേണം തന്നെയാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതൊരു ഫ്ലോപ്പാണ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മറ്റുള്ള ഇനിയിപ്പം വരുന്ന സീസണിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറിനെ, പ്രൂവൻ പ്ലെയറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്. അതെന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് വേറൊരു കുറേ വിശകലനം ചെയ്യേണ്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ പ്രൂവൻ പ്ലെയറിനേക്കാൾ കൂടുതൽ മുൻഗണന യങ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നതിലാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും ആണ്. കാരണം നമ്മുടെ യങ് പ്ലേയേഴ്സായിട്ടുള്ള ഹോർമിപ്പാം, അതുപോലെ തന്നെ ഗ്രാസ് റൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഐമൻ, അസ്ഹർ, വിപിൻ തുടങ്ങിയ താരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഹോർമിയൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു എവിടുന്ന് ഐ ലീഗ് ക്ലബ്ബിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്. അതും അവിടെ വലിയ പ്രൂവൺ ചെയ്തില്ല, ചെറിയ ഏജിൽ 19 വയസ്സിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രൂവൺ ചെയ്തു, ഫസ്റ്റ് സീസൺ തന്നെ പ്രൂവൺ ചെയ്തു. അതുപോലെ തന്നെ ഐമൻ, അസ്ഹറും വിപിനൊക്കെ ഗ്രാസ് റൂട്ടിലൂടെ വന്ന് അവർ ഫസ്റ്റ് സീസണിലൊക്കെ അത്ഭുതങ്ങൾ കാണിച്ച താരങ്ങളാണ്. അപ്പോൾ എനിക്കൊന്ന് പ്രൂവൺ താരങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ഇതുവരെയുള്ളൊരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെ യങ് പ്ലേയേഴ്സിന് കുറച്ച് മുൻഗണന കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം അതാണ് നമ്മൾ ഇതുവരെ നമുക്ക് ക്ലബ്ബിൽ നമുക്കൊരു നേട്ടം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്ലബ്സ് പറയുന്ന ചെന്നൈയിൻ FC, ബാംഗ്ലൂർ FC, ഹൈദരാബാദ് FC, കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതിൽ നമ്മൾ ചെന്നൈയിൻ FCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നു, ഓങ്കോയിൽ കുറേ സൈനിങ് അടുത്ത വർഷത്തേക്ക് നടത്തി, അല്ലെങ്കിൽ കുറേ പോസിറ്റീവ് മൂവ്സ് മിഡ് സീസൺ ആയപ്പോഴേ അദ്ദേഹം അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ FC നമ്മുടെ സീസൺ തീർന്നപ്പോഴേ നമ്മുടെ തിരിക്കൊരു പ്രീ കോൺട്രാക്ട് ഓഫർ ചെയ്തു, നൊഗ്വേരെ സൈൻ ചെയ്തു, ഡയസിനെ സൈൻ ചെയ്തു, ഹ്യൂഗോ ഗോമസിനെ ഒരു പ്രീ കോൺട്രാക്ട് ഓഫർ ചെയ്യുന്നുള്ള ന്യൂസുകൾ നമ്മൾ ഏകദേശം ഒരു ഒഫീഷ്യലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു.
ഹൈദരാബാദ് FC ആയിട്ട് പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് സോളിഡ് ഇന്ത്യൻ ടീമുണ്ട്. നമ്മൾ ഈ സീസണെ കണ്ടായിരുന്നു. എത്ര നല്ല ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നല്ലൊരു ഇന്ത്യൻ ടീം ഇല്ലെങ്കിൽ അടുത്ത വർഷം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ടീമാണ് കോറെന്ന് ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. സോ ഹൈദരാബാദ് FCക്ക് ഏകദേശം ഒരു നല്ല ഇന്ത്യൻ ടീമും ഉണ്ട്. 2-3 ചേഞ്ചസ് ചില പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. സോ ആ പൈസയുടെ കാര്യം അധികം പേടിക്കേണ്ടി വരില്ല. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത വർഷം ഒന്നേം തുടങ്ങുകയാണ്. പുതിയ കോച്ച്, ആരൊക്കെ പുതിയ പ്ലേയേഴ്സ് വരും, ഫോറിൻ പ്ലേയേഴ്സ് ആരൊക്കെ ആയിരിക്കും. സോ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗായിരിക്കും അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. നമുക്കൊരു റിസൾട്ട് അടുത്ത വർഷം ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം പുതിയ കോച്ച് വന്ന സീസണിൽ തന്നെ ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇപ്പോഴും കുറേ ഫാൻസ് പറയും ഫസ്റ്റ് സീസൺ നമ്മൾ ഒരു പുതിയ കോച്ച് വന്ന് കപ്പടിച്ചു, 3rd സീസണിൽ മറ്റേ കോപ്പൽ വന്നു, ഫസ്റ്റ് സീസണായിരുന്നു നമ്മൾ ഫൈനലിൽ കയറി തോറ്റു. പിന്നെ നമ്മൾ ഇവാൻ്റെ ഫസ്റ്റ് സീസൺ നമ്മൾ ഫൈനലിൽ കയറി തോറ്റു. സോ ഈ വർഷം ഒരു പുതിയ കോച്ച് വന്ന് അങ്ങനെ തന്നെ ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ തോന്നുന്നുണ്ടോ അടുത്ത വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്? വിനായക് പറഞ്ഞ കാര്യങ്ങളിൽ സൗത്ത് ഇന്ത്യൻ ക്ലബ്ബിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലാതെ ഒരു മരവിച്ചൊരവസ്ഥയിൽ ഫ്രീസായിട്ട് നിൽക്കുന്നത്. ബാക്കി 3 ക്ലബ്ബുകളും ഒരു ബെറ്റർ മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു പ്രത്യേക ഒരു നീക്കങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് അവരെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓരോ ദിവസം കഴിയുന്നവരും ഓരോ ന്യൂസുകൾ നമുക്ക് ഇപ്പോൾ റൂമേഴ്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒഫീഷ്യൽ ന്യൂസസ് ആയിട്ടാണ് നമുക്കറിയാം. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ റൂമേഴ്സ് തന്നെ ഇല്ല. മൊത്തത്തിൽ ടീമിൽ എന്താ പറയുക, ഉള്ള താരങ്ങളെ വിറ്റഴിക്കുക എന്നുള്ളൊരു ഇതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്ന ന്യൂസ് ലേറ്റസ്റ്റ് വന്നതാണ് ലൂണ അടക്കമുള്ള താരങ്ങൾ, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ 1-2 സീസണായി 2-3 സീസണായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ജീവനായിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻജിനായിട്ടുള്ളൊരു പ്ലെയർ ലൂണയെ തന്നെ കൈവിടാൻ മാനേജ്മെൻറ്റ് തയ്യാറാകുന്നു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ എന്താണ് അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു തോൽവിയിലേക്കാണോ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്കാണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോക്ക് എന്നുള്ളൊരു സംശയമാണ്. പിന്നെ ദിമിത്രിയോസ് എന്നുള്ള ഒരു ടീമായിട്ട് ഇഴകിച്ചേർന്ന ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയൊരു താരത്തെയും കൂടി വിട്ടുകളയാൻ എനിക്കൊന്നു ഇതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ചിലവഴിക്കാൻ നമ്മൾ മാനേജ്മെൻറ്റ് കൺവിൻസിങ്ങിന് പകരം ചിലവഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണം കൂടുതൽ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിലനിർത്താൻ പറ്റും. ഇപ്പോൾ തീരെ മൂവ്മെൻറ്റ് ചെയ്തില്ല എന്നും പറയാൻ പറ്റില്ല, കാരണം നോഹിനെ നമ്മൾ അറിഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പ്ലെയറിനെ മാത്രം നോക്കിയാൽ നമുക്കിപ്പോൾ നടക്കില്ല. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കുറേ സൈനിങ്സ് വേണം. 1-2 സൈനിങ്സിന് മാത്രം കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇതിലും കുറച്ച് ഡിഫക്ട്സ് വരും. അപ്പം എല്ലാം നമുക്ക് എന്താക്കണം, ഒരു സന്തുലിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ടീം എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ മേഖലയിലും എല്ലാ പൊസിഷൻസിലും നല്ല നല്ല ബാക്കപ്സ് വേണം, നല്ല മെയിൻ പ്ലേയേഴ്സൊക്കെ വേണം. എന്നാലേ നമുക്ക് ബെറ്റർ ആയിട്ടൊരു അച്ചീവ്മെൻറ്റ്സ് നെക്സ്റ്റ് സീസണിൽ നടത്താൻ പറ്റുള്ളൂ. പറഞ്ഞ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത സീസണിലേക്ക് മികച്ച സൈനികകൾ നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് പണം ചിലവാക്കണം. നമുക്കറിയാം കറൻറ്റ്ലി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പണം ചിലവാക്കുന്നതിനൊരു പിശുക്ക് കാണിക്കുന്നതാണ്. മറ്റ് ISL ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പണം ചിലവാക്കുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെന്നാണ്. ഇപ്പോൾ മറ്റ് ISL ക്ലബ്ബാണെങ്കിൽ ഈസ്റ്റ് ബംഗാളാവട്ടെ, ഇപ്പോൾ ഹൈദരാബാദിൻ്റെ പകുതി ഓഹരിയൊക്കെ വേറൊരു ടീം ഏറ്റെടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് മികച്ച സൈനികകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതോടൊപ്പം തന്നെ ദിമിനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താതെ മറ്റ് ക്ലബ്ബിലേക്ക് പോകുന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഓഫർ വെച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ബെറ്റർ ഓഫറുകൾ ഈസ്റ്റ് ബംഗാളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എന്ത് വില കൊടുത്തും ദിമിയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തണം. അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താതെ നോഹയെ സൈൻ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല.